ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇരുവരും മുകളിലേക്ക് പോയി. ഋഷിയേട്ടാ, നമ്മുടെ അനുമോള്. അന്നേരം ഋഷി പറഞ്ഞു, അവൾ നമ്മുടെ മോളായിരുന്നു, ഇനിയല്ല. ഇനിയും അവളെ നമ്മൾ ഇവിടെ നിർത്തിയാൽ നമുക്കത് ദോഷമാണ്. അവൾക്ക് കിട്ടേണ്ട ശിക്ഷ പ്രാർത്ഥന കൊടുത്തോളും. ഇതേ സമയം പ്രാർത്ഥന അനുമോളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് മലമുകളിലേക്ക് കൊണ്ടുപോയി മലമുകളിൽ നിർത്തി. അനുമോൾ, നിന്നെ സ്വന്തമായി കണ്ടിട്ടും നീ നമ്മളോട് കാണിച്ചത് ചതിയാണ്. നീ ചെയ്ത തെറ്റിന് മാപ്പ് പറയണം. അല്ലാതെ നീ ഇവിടെ നിന്നും തിരികെ പോകുമെന്ന് കരുതണ്ട. അന്നേരം അനുമോൾ പറഞ്ഞു, മാപ്പോ? കോപ്പം? പ്രതയും ഋഷിയും നമ്മുടെ ശത്രുക്കളാണ്. അവരെ കൊല്ലുക എന്നത് എൻ്റെ ആവശ്യമാണ്. അവരെ കൊന്നിട്ട് നാഗമാണിക്യവും ഇന്ദ്രനീലവും നമ്മൾ കവർന്നെടുക്കും. എനിക്ക് ഇത്രയും കാലം സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ സത്യങ്ങൾ ഞാൻ അറിഞ്ഞപ്പോ എനിക്കും അവരോട് വൈരാഗ്യമായി. ഇപ്പോൾ നമ്മുടെ അസുര വംശത്തിലെ പാഞ്ചാലി മുത്തശ്ശിയെ 22 വർഷങ്ങൾക്ക് മുൻപ് കൊന്നതിൻ്റെ പ്രതികാരം നമുക്ക് വീട്ടണം. അന്നേരം പ്രാർത്ഥന പറഞ്ഞു, നടക്കില്ല. പണ്ടൊരിക്കൽ എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എന്താ നടന്നത്? നിന്റെ പാഞ്ചാലി മുത്തശ്ശിയുടെ മകൾ മെഹക്ക് തന്നെ മരണപ്പെട്ടു. ഇത്തവണയും അതിന് ശ്രമിച്ചാൽ മരിക്കുന്നത് അവരുടെ മറ്റൊരു മകളായ നിന്റെ അമ്മ കൂടിയായ ഉർവശിയായിരിക്കും. അതുകൊണ്ട് വേണ്ട, നിർത്തിക്കൂടെ? അന്നേരം അനുമോൾ പൊട്ടിച്ചിരിച്ചു. നീ ഇപ്പോ എന്താ പറഞ്ഞത്? പാഞ്ചാലി മുത്തശ്ശിയുടെ മകൾ മെഹക് മരിച്ചെന്നോ? ശരിയാ, മരിച്ചു. പക്ഷേ മെഹക് യഥാർത്ഥത്തിൽ ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ സ്വന്തം അപ്പച്ചി, നിന്റെ അച്ഛൻ ഋഷിയുടെ സഹോദരി, സ്വന്തം മകളാണ് നീ എന്ന് പറഞ്ഞ് പാഞ്ചാലി മെഹക്കിനെ കൂടെ നിർത്തി സ്വന്തം സഹോദരനെ കൊണ്ട് വിവാഹം വരെ കഴിപ്പിച്ചു. അവസാനം മെഹക്ക് മരിച്ചു. അല്ല, നിന്റെ അമ്മയും അച്ഛനും ചേർന്ന് കൊന്നത് നിന്റെ അച്ഛൻ്റെ സഹോദരിയെയാണ്. പാഞ്ചാലി അമ്മയുടെ യഥാർത്ഥ മകൾ ഉർവശിയാണ്. ഇത്രയും പറഞ്ഞ് അനുമോൾ പൊട്ടിച്ചിരിച്ചു. ഇത് കേട്ട പ്രാർത്ഥന ഞെട്ടിത്തരിച്ചു. എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥന ദേഷ്യത്തിൽ നാഗകന്യകയുടെ രൂപം സ്വീകരിച്ചതും അനുമോൾ പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോയി. പെട്ടെന്ന് ഒരു കല്ലിൽ തട്ടിയതും അനുമോൾ ആ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണു. ഒത്തിരി ഉയരമുള്ള ആ മലയുടെ മുകളിൽ നിന്നും വീണാൽ ആരായാലും മരിച്ചു പോവും. അങ്ങനെ അനുമോളും മരിച്ചു. പ്രാർത്ഥന ദേഷ്യത്തോടെ തിരികെ ഗുജറാൾ വീട്ടിലെത്തി. പ്രതയോടും ഋഷിയോടും കാര്യങ്ങൾ പറഞ്ഞു. അച്ഛ, അമ്മേ, അനുമോൾ മരിച്ചു. പക്ഷേ ഞാൻ കൊന്നതല്ല. അവൾ മലമുകളിൽ നിന്നും വീണതാ. ഋഷിക്കും പ്രതയ്ക്കും നന്നേ സങ്കടമായി. കുറച്ചുനേരം അവർ കരഞ്ഞു. അന്നേരം പ്രാർത്ഥന പറഞ്ഞു, അമ്മേ, അച്ഛ, ശരിക്കും സത്യത്തിൽ ഈ മെഹക്കാരാ? അന്നേരം ഋഷി പറഞ്ഞു, അതെന്താ മോളെ ഇപ്പോ അങ്ങനെ ഒരു ചോദ്യം? ആ സീമയുടെ മകളാണ് മെഹക്ക്. അന്നേരം പ്രാർത്ഥന പറഞ്ഞു, അല്ല അച്ഛ, സീമയുടെ മകൾ മെഹക്കല്ല, ഉർവശിയാണ്. മത്സ്യലോകത്തിൽ വെച്ച് സീമ പ്രസവിച്ചത് മെഹക്കിനെ അല്ല, ഉർവശിയാണ്. അന്നേരം പ്രതയും ഋഷിയും ഒരുമിച്ച് ചോദിച്ചു, അപ്പോ പിന്നെ മെഹക്ക് ആരാ മോളെ? പ്രാർത്ഥന പറഞ്ഞു, അച്ഛൻ്റെ സ്വന്തം സഹോദരി, എൻ്റെ അപ്പച്ചിയാണ് മെഹക്ക്. അത് കേട്ടതും ഋഷിയും പ്രതയും ഞെട്ടി. 5 മിനിറ്റിനകം വിധവയാകാൻ പോകുന്ന നിനക്കിനി എന്തിനാടി ഇത്രയും വിലപിടിപ്പുള്ള താലി? ഹാപ്പി ജേണി! മഹാശേഷ മത്സ്യകനികയ്ക്ക് വേണ്ടി ഇതാ ഒരു മഹാ സർപ്രൈസ്. ഇന്ന് നിങ്ങളെയൊക്കെ പറഞ്ഞേക്കണ്ടേ? പ്രതയും ഋഷിയും ഒരു കൈ അകലത്തിൽ നിന്ന് അവസാന ശ്വാസത്തിനായി പിടയുകയായിരുന്നു.
പ്രഥ